ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് മന്ത്ലി കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. ഫെബ്രുവരി 2025 നടന്ന പ്രധാന സംഭവങ്ങളുടെ ഒരു കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള മന്തിലെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. എല്ലാ മന്തിലെയും 2024 2025 ഒക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാം. അല്ലാതെ നമ്മൾ ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ പഠിക്കുന്നുള്ളവർക്ക് അങ്ങനെയും പഠിക്കാം. അപ്പം ഈ മന്ത്ലി കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ ഇതിനകത്ത് ഒരുപാട് പദ്ധതികൾ വരുന്നുണ്ട്. പദ്ധതികളും ബാക്കി കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ ബജറ്റ് ആണെങ്കിൽ ബജറ്റ് മാത്രമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക, അല്ലെങ്കിൽ കുറച്ച് കമ്മീഷൻസ് അല്ലെങ്കിൽ പദ്ധതികളൊക്കെ പുതിയത് മാസം ഇഷ്ടം പോലെ പദ്ധതികൾ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് കുറച്ച് ഓർമ്മയായിരിക്കും. അത് കൂടാതെ നമ്മൾ എന്ത് ചെയ്യുക, മന്ത്ലി ബാക്കിയുള്ള നടക്കുന്നതെല്ലാം പഠിച്ചു വെക്കുക. ഇതിലിപ്പോ കായിക പുരസ്കാരങ്ങൾ വരും, സാഹിത്യ പുരസ്കാരങ്ങൾ വരും. അപ്പം ഓരോ മാസത്തോ ഓരോ സാഹിത്യ പുരസ്കാരങ്ങളായിരിക്കും നമുക്ക് വരുന്നത്. അപ്പോ അത് ചിലപ്പോൾ നമ്മൾ മറന്നു പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സാഹിത്യ പുരസ്കാരങ്ങൾ മാത്രമായിട്ട് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഓർമ്മയിരിക്കും. ഇതിൽ നമ്മൾ സാഹിത്യ പുരസ്കാരങ്ങൾ എല്ലാം ഇൻക്ലൂഡഡ് ആണെങ്കിൽ കൂടെയും ബാക്കിയുള്ളത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു എളുപ്പമാകും കേട്ടോ. മന്ത്ലി കറണ്ട് അഫയേഴ്സ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. പിന്നെ പ്ലസ് എന്ത് ചെയ്യുക, ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് കൂടെ ഒന്ന് കണ്ടുപോകുക. അപ്പം ഇനി വരുന്ന എക്സാംസിന് കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 20 മാർക്സ് അടുപ്പിച്ച് ചോദിക്കുന്നുണ്ട് എല്ലാ എക്സാംസിനും. അപ്പൊ നന്നായിട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് ഫെബ്രുവരി മന്തിലെ കറണ്ട് അഫയേഴ്സ് നോക്കാം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ആപ്പ് ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചലഞ്ചർ ആപ്പിനെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട്. പിന്നെ അതിന്റെ അന്നുള്ള ക്വിസുകളും നടത്തുന്നുണ്ട്. പിന്നെ മന്ത്ലി ആയിട്ട് PDF ആയിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അതിൽ നിന്ന് എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് എടുക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ ആണ്, അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, സപ്ലൈകോയുടെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആരാണെന്നുള്ളതാണ്. അശ്വതി ശ്രീനിവാസ്. കേട്ടോ, നിങ്ങൾ ഒന്നുകിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ എഴുതി വെക്കുക. എഴുതി വെക്കുമ്പോൾ നിങ്ങൾ ഒരിക്കൽ എഴുതി എന്നുള്ള ഒരു കാരണം നിങ്ങൾക്ക് ഓർമ്മ വരും. സ്ക്രീൻഷോട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്. നിങ്ങളുടെ ഫോൺ കംപ്ലീറ്റ് അത് സ്ക്രീൻഷോട്ട് കൊണ്ട് നിറയും. സോ അതുകൊണ്ട് നിങ്ങൾ അത് എഴുതി ഒറ്റ തവണ ജസ്റ്റ് പൗസ് ചെയ്ത് ഒന്ന് എഴുതി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് പിന്നെ എന്ത് ചെയ്യാം, എല്ലാ മന്ത്ലി കറണ്ട് അഫയേഴ്സും അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. കേട്ടോ, അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യം, സപ്ലൈകോയുടെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആര് എന്നുള്ളതാണ്. ആരാണ്? അശ്വതി ശ്രീനിവാസ് ആണ്. ഇതിൽ ഫുൾ പേരുകളാണ്, കൺഫ്യൂഷൻ ആണ്. പക്ഷെ നമ്മൾ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഇപ്പം ശരി എന്നുള്ളൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. കേട്ടോ, സപ്ലൈകോ നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ സപ്ലൈകോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് എക്സാം വരുന്നുണ്ട്. നമുക്ക് ഒരു 4-5 മാസത്തിനുള്ള എക്സാം കാണും. അപ്പൊ എന്താണ്, അതുകൊണ്ട് അങ്ങനെ ഓർത്തു വെക്കുക. അശ്വതി ശ്രീനിവാസ് ആണ് അതിന്റെ എന്താണ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ. കേട്ടോ, ഇത് എപ്പോഴും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എന്താണ്, ഇപ്പൊ ഒരു മാസത്തിൽ ഒരാളായിരിക്കും എന്തിന്റെങ്കിലും ചെയർമാൻ, അടുത്ത മാസം ചിലപ്പോൾ അത് മാറും. എന്തെങ്കിലും കാരണം കൊണ്ട് ചിലപ്പോൾ അവര് ആക്ടിങ് ആയിരിക്കും. സോ അതുകൊണ്ട് അവർ മാറാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ പഴയ നമ്മളെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് അപ്പോയിന്റ്മെന്റ്സിലൊക്കെ ഇപ്പൊ ഒരു 4-5 മാസം മുന്നേ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സിലൊക്കെ വന്നിട്ട് അത് മാറി എന്നൊക്കെ പറഞ്ഞിടും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെല്ലാ അപ്പോയിന്റ്മെന്റ്സും അപ്ഡേറ്റും ചെയ്യുന്നുണ്ട്. കേട്ടോ, അടുത്ത നോക്കാം. 2025 ഫെബ്രുവരിയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ച പുതിയ റിപ്പോ നിരക്കാണ് 6.25. എല്ലാ എക്സാംസിനും പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, റിപ്പോ, റിവേഴ്സ് റിപ്പോ, മോണിറ്ററി ബോൾസ് എല്ലാം നോക്കിയിട്ട് പോവുക. കേട്ടോ, അതിന്റെ SLF ഉണ്ട്, CR അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് എത്രയാണെന്ന് നോക്കിയിട്ട്. എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. കേട്ടോ, ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റിലായിരിക്കും ചോദിക്കുക. അപ്പൊ നമ്മളെ പുതിയ റിപ്പോ നിരക്ക് എത്രയെന്ന് വെച്ചാൽ 6.25% ആണ്. എപ്പോഴും ഇങ്ങനത്തെ ഒരു റേഞ്ചിലായിരിക്കും, 6-7 അതിനുള്ളിലായിരിക്കും വരിക. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ അടുത്തത് 2025 ഫെബ്രുവരിയിലെ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 80 ആണ്. കേട്ടോ, 80ാമതാണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം. ഇങ്ങനെ ഒരുപാട് ഇൻഡെക്സ് ഉണ്ട്, പല ഇൻഡെക്സുകളും ഇന്ത്യയുടെ സ്ഥാനം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പിന്നെ 1ാമത്തെ പൊസിഷനിൽ ആരാണെന്ന് കൂടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പം കുറച്ചൊരു 3-4 മാസം ആയെന്ന് തോന്നുന്നു നമ്മൾ ഇൻഡെക്സുകളൊക്കെ ചെയ്തിട്ട്. അപ്പൊ അത് അപ്ഡേറ്റഡ് ആയി വരുന്നുണ്ട്. അപ്പൊ സോ നമ്മൾ ഇനി അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡെക്സുകളുടെ ഒരു വീഡിയോ കൂടെ ചെയ്യും. ഇൻഡെക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിയാൽ ഒരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒരു ഇൻഡെക്സ് ചോദിച്ചിട്ടുണ്ടാവും. സോ ഇത് നമ്മൾ എന്താണ്, ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം എന്താണ്, 80ാമതാണ്. കേട്ടോ, അടുത്തത് നോക്കാം. ഏറ്റവും കൂടുതൽ ഗ്രാമി പുരസ്കാരങ്ങൾ നേടിയ വനിതാ ഗായികയാണ് ബിയോൺസ്. ഗ്രാമി പുരസ്കാരങ്ങൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ നോക്കാം.
പക്ഷെ ഇതിൽ കൂടി നമ്മളത് പറഞ്ഞു പോകുന്നതല്ല. ഗ്രാമി പുരസ്കാരങ്ങൾ അറിയാലോ, സംഗീതത്തിന് വേണ്ടിയിട്ടുള്ള, ഇപ്പൊ നമ്മുടെ ഓസ്കാർ ഒക്കെ പോലെയുള്ള സംഗീതത്തിന് വേണ്ടിയിട്ടുള്ള പരമോന്നതമായ ഒരു പുരസ്കാരമാണ് ഗ്രാമി പുരസ്കാരം. ഏറ്റവും കൂടുതൽ ഗ്രാമി പുരസ്കാരങ്ങൾ നേടിയ വനിതാ ഗായിക ആരെന്ന് ചോദിച്ചാൽ ബിയോൺസ് ആണ്. പിന്നെ ന്യൂഡൽഹിയുടെ മുഖ്യമന്ത്രി, പുതിയ മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത എന്ന് പറയുന്നത്. ആരാണ്? രേഖ ഗുപ്തയാണ്. വനിതാ മുഖ്യമന്ത്രിമാരിൽ എനിക്ക് 4ാമത്തെ മുഖ്യമന്ത്രി ആയിരിക്കും. നമ്മുടെ അതിഷി ആയിരുന്നു, അത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോ നമ്മുടെ ഓപ്ഷനിൽ അതിഷി എന്നൊരു പേര് കൂടെ കാണും കേട്ടോ. അതിഷി നല്ലതിനയുടെ പേര് കൂടെ കാണും. പുതിയ ആളായിട്ടുണ്ട്. അപ്പൊ അതിഷി പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്. അപ്പൊ രേഖ ഗുപ്തയാണ് ന്യൂഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ ഗ്യാനേഷ് കുമാർ ആണ്. ആരാണ്? ഗ്യാനേഷ് കുമാർ ആണ്. അപ്പോയിന്റ്മെന്റ്സ് പഠിക്കുമ്പോൾ ഞാൻ സെപ്പറേറ്റ് അതെല്ലാം പറഞ്ഞു തരാം. അപ്പൊ നമ്മൾ ഓരോ മാസം കൂടുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഓരോ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മീഷന്റെ ആൾക്കാരൊക്കെ മാറിക്കൊണ്ടിരിക്കും. അത് നമ്മൾ തീർച്ചയായിട്ടും അപ്ഡേറ്റഡ് ആയിട്ട് ഒരിക്കൽ പഠിച്ചു വെച്ചാൽ സ്ട്രാറ്റജിക്ക് അല്ല. അപ്പൊ ഒരിക്കൽ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല, അത് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇപ്പോഴത്തെ നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാന്ന് വെച്ചാൽ ഗ്യാനേഷ് കുമാർ ആണ് കേട്ടോ. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി. ഇതില് പ്രധാനപ്പെട്ട വാക്ക് തുടർച്ചയായി എന്നുള്ള വാക്കാണ്, അല്ലെങ്കിൽ അത് മൊറാർജി ദേശായി ആണ്. അപ്പൊ തുടർച്ചയായി എന്നുള്ളൊരു വാക്ക് വരുമ്പോ അതാണ് നിർമ്മല സീതാരാമൻ ആണ്. ഞാൻ പറയുന്നത് നമ്മളിപ്പോ ഇങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് ബജറ്റ് പഠിക്കുന്നുണ്ടെങ്കിലും ബജറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അതില് ഈ ചോദിക്കാവുന്ന പല ചോദ്യങ്ങളും ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എത്രാമതാണ് നിർമ്മല സീതാരാമനെ പറ്റി ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇനി വരുന്ന എക്സാമിന് എന്തായാലും ചോദിക്കും. കാരണം ഇത്രയും 7 തവണ 8 തവണ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ തുടർച്ചയായി എന്നൊരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. തുടർച്ചയായിട്ടാണ് നിർമ്മല സീതാരാമൻ വരുന്നത്. പിന്നെ അടുത്തൊരു ചോദ്യം, ഒരേ പ്രധാനമന്ത്രിക്ക് കീഴിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ചത് ആദ്യ ധനമന്ത്രി ആര് തന്നെയാണ്? നിർമ്മല സീതാരാമനാണ് കേട്ടോ. അപ്പം ബജറ്റ് കൃത്യമായി പഠിക്കുക. അതിന്റെ അതിന്റെ പ്രഖ്യാപനങ്ങൾ, അതെങ്ങനെയാണ് അവതരിപ്പിച്ചത്, എന്നാണ് അവതരിപ്പിച്ചത് എന്നുള്ള കാര്യങ്ങൾ ബജറ്റ് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. വീഡിയോ ഞാൻ വേണമെങ്കിൽ അതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു 2 ഫെബ്രുവരി 1st വീക്കിലാണ് നമ്മൾ അത് ചെയ്തിട്ടുള്ളത്, ആ ബജറ്റിന്റെ വീഡിയോ, അത് കാണാം. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ കൃത്യമായി ഓർക്കേണ്ടത് തുടർച്ചയായി എന്നൊരു പേരുണ്ട്, വാക്കുണ്ട്, അത് ഓർക്കുക. അതാണ് ഇനിയിപ്പോ നമ്മൾ എന്ത് ചോദിച്ചാലും ബജറ്റ് ഏറ്റവും കൂടുതൽ തവണ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും നിർമ്മല സീതാരാമൻ, ചിലപ്പോൾ അത് മൊറാർജി ദേശായി ആയിരിക്കും. തുടർച്ചയായി എന്നൊരു വാക്ക് ഉണ്ടാവില്ല അതിൽ. ഓക്കെ, ശ്രദ്ധിച്ച് തന്നെ എഴുതുക. വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്നത്, ഒരേ പ്രധാനമന്ത്രിക്ക് കീഴിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ചത് ആര് തന്നെയാണ്? നിർമ്മല സീതാരാമൻ തന്നെയാണ്. അപ്പൊ ഞാൻ ബജറ്റിനെ കുറിച്ച് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകുന്നുണ്ട്. 2025-26 ബജറ്റ് അവതരിപ്പിച്ചത് ഫെബ്രുവരി 1 2025 ഫെബ്രുവരി 1 കേട്ടോ. അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. ബജറ്റിന്റെ പ്രമേയം സബ്കാ വികാസ്, എല്ലാവരുടെയും വികാസം എന്ന് മലയാളത്തിൽ പറയും. അപ്പോ സബ്കാ വികാസ് അത് ഹിന്ദിയാണ്. അപ്പൊ ഫെബ്രുവരി 1 ബജറ്റ് അവതരിപ്പിച്ചത്. ആരാണ് അവതരിപ്പിച്ചത്? നിർമ്മല സീതാരാമനാണ്. അതിന്റെ പ്രമേയം എന്ന് പറയുന്നത് സബ്കാ വികാസ് ആണ്. ഓക്കെ, തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ തവണയും ആര് തന്നെയാണ്? നിർമ്മല സീതാരാമൻ തന്നെയാണ്. പിന്നെ മൊത്തം വരുമാനം, മൊത്തം ചെലവ്, അത് നിങ്ങൾ പറ്റുമെങ്കിൽ ഓർത്തിരിക്കുക കേട്ടോ. നമ്പേഴ്സ് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. 34.96 ലക്ഷം കോടിയാണ് മൊത്തം വരുമാനം. കടമെടുക്കൽ ഒഴികെയാണ് 34.96 ലക്ഷം കോടി രൂപയാണ് വരുമാനം. ചെലവ് 50.65 ലക്ഷം കോടി രൂപ. വരവിനേക്കാൾ കൂടുതൽ ചെലവാണ്. അറ്റനികുതി വരുമാനം 28.37 ലക്ഷം കോടി രൂപയാണ്. പിന്നെ ധനക്കമ്മിയും റവന്യൂ കമ്മിയും കൂടെ ഒന്ന് നോക്കി വയ്ക്കുക. GDP-യുടെ 4.4%, GDP-യുടെ 1.5% വരുന്നത്. അപ്പൊ കൂടുതൽ വിശദമായിട്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാക്കിയുള്ളത് കൂടെ നോക്കേണ്ടതുള്ളതുകൊണ്ട് ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. പ്രമേയം ഞാൻ നേരത്തെ പറഞ്ഞു, എന്താണ്? സബ്കാ വികാസ് ആണ്. പിന്നെ അതില് പ്രധാനമായിട്ടുള്ളത് മഖാന ബോർഡ് രൂപീകരിക്കാൻ തീരുമാനിച്ചത് ഏത് സംസ്ഥാനം എന്ന് വെച്ചാൽ ബീഹാറിലാണ് കേട്ടോ. മഖാന ബോർഡ് രൂപീകരിക്കാൻ തീരുമാനിച്ചത് ഏത് സംസ്ഥാനത്താണെന്ന് വെച്ചാൽ ബീഹാർ. ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞു പോകുന്നു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞയുടെ ധനക്കമ്മി, അത് എത്രയാണ്? 4.3% ആണ്. GDP-യുടെ 4.3% ആണ് എന്ത് ധനക്കമ്മി വരുന്നത്.
പിന്നെ നമ്മുടെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് പറയുന്നു, അതിന്റെ നികുതി എത്രയാണ്, എത്ര ലക്ഷം വരെയാണ് എന്ന് പറയാം. എത്ര ലക്ഷം വരെയാണ് നമുക്ക് വാർഷിക വരുമാനം എത്ര ലക്ഷം ഉള്ളവരെ വരെയാണ് ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയതെന്ന് ചോദിച്ചാൽ 12 ലക്ഷം ഉള്ളവരെ വരെ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മളെ കാര്യം അറിഞ്ഞു. അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. ഇനി എങ്ങാനും നമ്മുടെ സ്റ്റേറ്റ്മെന്റിലൊക്കെ ഇത് കയറ്റി ചേരുംപടി ചേർക്കാൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പൊ 2025-26 കേന്ദ്ര സർക്കാർ ബജറ്റിലെ പ്രഖ്യാപന പ്രകാരം എത്ര രൂപ വാർഷിക വരുമാനം ഉള്ളവരെയാണ് ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയെന്ന് വെച്ചാൽ 12 ലക്ഷമാണ് കേട്ടോ. 0 മുതൽ 4 ലക്ഷം വരെ എന്താണ് നികുതി ഇല്ല. 4 മുതൽ 8 വരെ 5%, 8 മുതൽ 12 വരെ 10, 12 തൊട്ട് 16 വരെ 15%, 16, 20, 20%, 20 തൊട്ട് 24 വരെ എന്താണ് 25, 24 ലക്ഷത്തിന് മുകളിൽ 30% കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത് BCCI നൽകുന്ന 2024 കേണൽ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത് സച്ചിൻ ടെണ്ടുൽക്കറിനാണ് കേട്ടോ. ചോദിച്ചിട്ടുണ്ട്. CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് 2024 ലഭിച്ചതാർക്കാണ്? സച്ചിൻ ടെണ്ടുൽക്കറിനാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ 2025 ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയി പ്രഖ്യാപിച്ച രാജ്യമായിരുന്നു വെച്ചാൽ UAE ആണ്. UAS അല്ല. ഇയർ ഓഫ് കമ്മ്യൂണിറ്റി 2025 ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയി പ്രഖ്യാപിച്ച രാജ്യമാരെന്ന് വെച്ചാൽ ഏതാണെന്ന് ചോദിച്ചാൽ UAE ആണ് കേട്ടോ. അടുത്ത കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി സംസ്ഥാന വ്യാപകമായി നടപ്പിലാകുന്ന സമഗ്ര കർമ്മ പദ്ധതി കൃഷി സമൃദ്ധി. ഒരുപാട് പദ്ധതികൾ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പദ്ധതി സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുമ്പോൾ എല്ലാം അതിൽ ഉൾപ്പെടുത്തി പറഞ്ഞു തരാം. അപ്പൊ ഈ മാസം നടക്കുന്ന പദ്ധതികളോട് നമ്മൾ അപ്ഡേറ്റ് ആയി പോകുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ കാർഷിക മേഖലയ്ക്ക് ആയതുകൊണ്ട് എന്താണ് കാർഷികമായിട്ട് ബന്ധപ്പെട്ട കൃഷി സമൃദ്ധി എന്നാണ് അതിന്റെ പേര്. ഓക്കെ. സമഗ്ര കർമ്മ പദ്ധതി എന്നാണ് ചോദിക്കുന്നത്. എന്താണ്? കൃഷി സമൃദ്ധിയാണ്, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർക്കുക. അപ്പൊ ഇത് എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുന്നതായിരിക്കും കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും കൂടുതൽ. നമ്മുടെ ഇപ്പൊ പേരുകളാണെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ആൾക്കാരുടെ പേരുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഓരോ കമ്മീഷണർമാര്, ചെയർമാൻമാര്. അപ്പൊ ആ പേരുകളൊക്കെ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് എങ്ങനെയെങ്കിലും നമുക്ക് മാർക്ക് കിട്ടുന്നതാണല്ലോ. അപ്പൊ എങ്ങനെയെങ്കിലും അതൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുന്നത് ശ്രമിക്കുക കേട്ടോ. അല്ലാതെ എല്ലാം നമ്മൾ ഇത് ഇന്ന ആൾ ഇന്ന പേര് എന്ന് പഠിച്ചു വെക്കാൻ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും കണക്ട് ചെയ്ത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കുമല്ലോ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഓരോ പേരുകൾ. സോ അങ്ങനെ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. സർക്കാർ സ്കൂളുകളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് സ്മൈൽ എന്ന മൊബൈൽ ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം എന്ന് വെച്ചാൽ നാഗാലാൻഡ്. സ്മൈൽ നാഗാലാൻഡ് ആണെന്ന് ഓർത്തിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? സർക്കാർ സ്കൂളുകളുടെ വികസനത്തിന് വേണ്ടിയിട്ട് സ്മൈൽ. ആരാണ്? എവിടെയാണ്? നാഗാലാൻഡ്. അടുത്ത ദേശീയ വനിതാ കമ്മീഷന്റെ 33ാം സ്ഥാപക ദിനത്തിന്റെ പ്രമേയം നാരി തു നാരായണി എന്നാണ്. നാരി തു നാരായണി വനിതാ കമ്മീഷനുള്ള. അപ്പൊ നാരി എന്ന് പറയുമ്പോൾ വനിത. അപ്പൊ നാരി തു നാരായണി. അപ്പൊ ദേശീയ വനിതാ കമ്മീഷന്റെ 33ാം സ്ഥാപക ദിനത്തിന്റെ പ്രമേയം നാരി തു നാരായണി എന്നാണ്. പ്രമേയങ്ങളൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടുന്നതിനായി കേരളത്തിലുടനീളം നടത്തിയ പരിശോധന ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് ചെയ്യുക. കൈക്കൂലിക്കാരെ ട്രാപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ്? ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ്. ഓക്കെ ആണ്. അടുത്ത റെയിൽവേയുടെ എല്ലാ സേവനങ്ങളും ലഭ്യമാകുന്ന ഏകജാലക മൊബൈൽ ആപ്ലിക്കേഷനാണ് സ്വറെയിൽ സൂപ്പർ ആപ്പ് എന്ന് പറയുന്നത്. സ്വറെയിൽ, അതായത് ഹിന്ദിയില് സ്വറെയിൽ, അങ്ങനെ അതാണ്. ഇപ്പൊ മലയാളത്തിൽ എഴുതിയപ്പോഴാണ് ഇങ്ങനെ ഇത് റെയിലാണ് കേട്ടോ. സ്വറെയിൽ, അതായത് ഒരു ഒറ്റ വാക്കല്ല. സ്വറെയിൽ സൂപ്പർ ആപ്പ്. 2025 ജനുവരിയിൽ യാത്രാ വിമാനവും വ്യോമസേന ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ച് ദുരന്തം ഉണ്ടായ രാജ്യമാണ് USA. ഓക്കെ. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം. നമ്മൾ പ്രമേയം അപ്ഡേറ്റ് ചെയ്യും. അപ്പോ ജനുവരി വരെയുള്ളത് എനിക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പ്രമേയം. പിന്നെ ഫെബ്രുവരിയിലുള്ള അതും കൂടെ ഒന്ന് നോക്കി വെക്കുക. നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക. നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക എന്നാണ് ഈ വർഷത്തെ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം. എന്നാണ് ലോക തണ്ണീർത്തട ദിനം എന്ന് വെച്ചാൽ ഫെബ്രുവരി 2 ആണ്. ഓക്കെ ആണ്. പ്രമേയങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും. അല്ലെങ്കിൽ ഡേറ്റ് ചോദിക്കും. 2025 നടന്ന ICC Under-19 വനിതാ 2020 ലോകകപ്പ് കിരീടം നേടിയത് ആരാണ്? ഇന്ത്യയാണ് കേട്ടോ. അതുപോലെ 2025 ICC Under-19 വനിതാ 2020 ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിൽ അംഗമായ മലയാളിയാണ് VJ ജോഷിത. ഒരു മലയാളി ആയതുകൊണ്ട് നമ്മൾ അതും കൂടി പഠിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇന്ത്യക്കാണ് കിട്ടിയത്. അതിലുണ്ടായിരുന്ന മലയാളിയുടെ പേരാണ് VJ ജോഷിത. ICC Under-19 ആണ് കേട്ടോ.
അടുത്ത 2024 ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായി തിരഞ്ഞെടുത്തത് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ദുബായിലാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളതെന്ന് ഓർത്തു വയ്ക്കുക. വിമാനത്താവളം ദുബായ് വിമാനത്താവളം ഏറ്റവും തിരക്കുള്ളത്. ഓക്കെ, അടുത്ത് ലോക ടേബിൾ ടെന്നീസ് അമ്പയറിംഗിലെ ഗോൾഡൻ ബാഡ്ജ് ബഹുമതി നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് MS ബിന്ദു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ഓർത്ത് വെക്കേണ്ടതുണ്ട്, ചിലപ്പോൾ ചോദിക്കും. ലോക ടേബിൾ ടെന്നീസ് അമ്പയറിംഗിലെ ഗോൾഡൻ ബാഡ്ജ് ബഹുമതി നേടിയ ആദ്യ ഇന്ത്യൻ വനിത MS ബിന്ദു. അടുത്ത് നോക്കിയേ, 2025 ഫെബ്രുവരിയിൽ ഇന്ത്യയിൽ നിന്ന് റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട ശക്കരക്കോട്ട പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? അപ്പൊ നമുക്ക് ഫെബ്രുവരിയിൽ ഒരു 4 സംഭവങ്ങൾ പഠിക്കാനുണ്ട് റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഒന്ന് ശക്കരക്കോട്ട പക്ഷി സങ്കേതം എവിടെയാണ്? തമിഴ്നാട് തന്നെയാണ്. രണ്ടാമത് തേർത്താങ്കൽ പക്ഷി സങ്കേതം തമിഴ്നാട്. ഇത് രണ്ടും, ശക്കരക്കോട്ട പക്ഷി സങ്കേതവും തേർത്താങ്കൽ പക്ഷി സങ്കേതവും എവിടെ തന്നെയാണ്? തമിഴ്നാട്ടിലാണ്. ഇനി 2 എണ്ണം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് റംസാർ പട്ടികയില്. ഒന്ന് സിക്കിം എന്ന സംസ്ഥാനത്ത് നിന്നാണ് കേട്ടോ, ഒരു പ്രദേശമാണ് കേച്ചോ പാൽക്കരി തടാകം. ഓക്കെ, കേച്ചോ പാൽക്കരി തടാകം. പിന്നെ ജാർഖണ്ഡിൽ നിന്ന് ഒരു തണ്ണീർ തടാകം ഉദ്വാ തടാകം. അപ്പൊ എന്തൊക്കെയാണ്? ഒരു 4 എണ്ണമാണ് നമുക്ക് ഫെബ്രുവരിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശക്കരക്കോട്ട പക്ഷി സങ്കേതവും തേർത്താങ്കൽ പക്ഷി സങ്കേതം രണ്ടും എവിടെ തന്നെയാണ്? തമിഴ്നാട് തന്നെയാണ്. പിന്നെ ഒരു പ്രദേശം ഏതാണ്? സിക്കിം എന്ന സംസ്ഥാനത്ത് നിന്നുള്ള ഒരു പ്രദേശത്തിന്റെ പേരെന്താണ്? കേച്ചോ പാൽക്കരി തടാകം. പിന്നെ ജാർഖണ്ഡിൽ നിന്നുള്ള ഒരു തണ്ണീർ തടം, അതിന്റെ പേരെന്താണ്? ഉദ്വാ തടാകം എന്നാണ്. ഓക്കെ, അടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. എന്താണ്? ദേശീയ സഹകരണ സർവകലാശാല. ഇമ്പോർട്ടന്റ് ആണ്. ദേശീയ സഹകരണ സർവകലാശാല ആദ്യത്തെയാണ്. അതെവിടെയാണ് വരുന്നത്? ഗുജറാത്തിലാണ് വരുന്നത്. പേര്, സർവകലാശാലയ്ക്ക് നൽകിയ പേര് കൂടെ നമ്മൾ ഓർത്തിരിക്കുക. ത്രിഭുവൻ സഹകാരി സർവകലാശാല. അതിൽ തന്നെ ഉണ്ട് സഹകാരി, അതായത് സഹകരണ സർവകലാശാലയാണ്, അതാണ് സഹകാരി സർവകലാശാല. പേര് ത്രിഭുവൻ. ഓക്കെ, ആദ്യത്തെയാണ്. എവിടെയാണ്? ഗുജറാത്തിലാണ് വരാൻ പോകുന്നത്. അതിന്റെ പേര്, ആ സർവകലാശാലയ്ക്ക് ഒരു പേരുണ്ട്, അതാണ് ത്രിഭുവൻ സഹകാരി സർവകലാശാല. അതിൽ നിന്ന് തന്നെ നമുക്ക് അതൊരു സഹകരണ സർവകലാശാലയാണെന്ന് കിട്ടും. പേര് ത്രിഭുവൻ. ഓക്കെ, അടുത്തത് ഇത് നമുക്കൊരു പ്രമേയമാണ്. ഫെബ്രുവരി 4 എന്താണ്? നമ്മുടെ ക്യാൻസർ ഡേ ആണ്. അത് 2025-27 ഒരു കാലയളവിലോട്ടുള്ള ഒരു ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയമാണ് ചോദിച്ചത്. യുണൈറ്റഡ് ബൈ യുണീക്ക് ആണ് കേട്ടോ. 2024 ക്ലോസ് ദ കെയർ ഗ്യാപ്പ് ആയിരുന്നു. അപ്പൊ അതിങ്ങനെ ഇത്ര വർഷത്തേക്കായിട്ടൊരു പ്രമേയം ചെയ്യാറുണ്ട്. അപ്പൊ 25 തൊട്ട് 27 വരെയുള്ള കാലയളവിലെ ക്യാൻസറിന്റെ തീമാണ് എന്താണ്? ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് വെച്ചാൽ യുണൈറ്റഡ് ബൈ യുണീക്ക് ആണ് കേട്ടോ. എന്നാണ്? ഫെബ്രുവരി 4 ക്യാൻസർ ഡേ വരുന്നത്. 2024 ആണെങ്കിലോ ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്നാണ്. എന്താണ്? ക്ലോസ് ദ കെയർ ഗ്യാപ്പ് ആണ്. അപ്പൊ നമ്മൾ 2 പ്രമേയം, ഒന്ന് തണ്ണീർത്തടത്തിന്റെയും പഠിച്ചു, അടുത്ത് ക്യാൻസറിന്റെയും പഠിച്ചു. അടുത്ത് 2025 ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് കേരള സർക്കാർ ആരംഭിച്ച ക്യാമ്പയിന്റെ പേര് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. ഓക്കെ, ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്നാണ് ഇത് കേരള സർക്കാരിന്റെ ക്യാമ്പയിന്റെ പേര്. ഓക്കെ, അടുത്ത ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് കേരള സർക്കാർ നടത്തിയ ക്യാമ്പയിന്റെ ഗുഡ്വിൽ അംബാസഡർ മഞ്ജു വാര്യർ ആണ് കേട്ടോ. അപ്പൊ അതിന്റെ ക്യാമ്പയിന്റെ പേരെന്താണ്? ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. അതിന്റെ ബ്രാൻഡ് അംബാസഡർ ആരെന്ന് ചോദിച്ചാൽ മഞ്ജു വാര്യർ ആണ്. അടുത്തത് 2025 ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ചെസ് കിരീടം നേടിയത് ആർ പ്രജ്ഞാനന്ദയാണ്. ടാറ്റ സ്റ്റീൽ ചലഞ്ചേഴ്സ് ചെസ് ടൂർണമെന്റില് കിരീടം നേടിയത് തായ് വാൻ ഗുയേൻ ആണ് കേട്ടോ. അത് ചെസ് കിരീടം നേടിയത് ആരാന്ന് ചോദിച്ചാല് ആർ പ്രജ്ഞാനന്ദയാണ്. ചെസ് ടൂർണമെന്റിൽ കിരീടം നേടിയത് തായ് വാൻ ഗുയേൻ ആണ്. അടുത്തത് 2025 പ്രഖ്യാപിച്ച 67ാമത് ഗ്രാമി പുരസ്കാരത്തിൽ ആൽബം ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് കൗബോയ് കാർട്ടർ ആണ്. അപ്പൊ നമ്മള് ബിയോൺസിന്റെ പേര് നേരത്തെ പഠിച്ചു. ഗ്രാമി പുരസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരം നേടിയ വനിതാ ഗായിക എന്ന് നമ്മൾ പഠിച്ചു, ബിയോൺസിന്റെ പേര്. അടുത്തത് 2025 എത്രാമത്തെ ഗ്രാമി ആയിരുന്നു? 67ാമത്തെ ഗ്രാമി ആയിരുന്നു. ആൽബം ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് കൗബോയ് കാർട്ടർ ആണ് കേട്ടോ. അതെ, മികച്ച ന്യൂ ഏജ് ആൽബത്തിനുള്ള പുരസ്കാരം ലഭിച്ച ന്യൂ ഏജ് ആണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. ആൽബത്തിനുള്ള പുരസ്കാരം ലഭിച്ച ത്രിവേണിയുടെ നിർമ്മാതാവായ ഇന്ത്യൻ സംഗീതജ്ഞ ചന്ദ്രിക ടണ്ടൻ. അതൊരു ഇന്ത്യൻ ആയതുകൊണ്ട് നമുക്കത് പഠിക്കേണ്ടതുണ്ട്. അപ്പോ എന്താണ്? ആൽബം ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത് കൗബോയ് കാർട്ടർ ആണ്. അതില്
മികച്ച ന്യൂ ഏജ് ആൽബത്തിനുള്ള പുരസ്കാരം ലഭിച്ച ത്രിവേണി, അതിന്റെ നിർമ്മാതാവായ ഇന്ത്യൻ സംഗീതജ്ഞയുടെ പേരാണ് ചന്ദ്രിക ടണ്ടൻ. ഓക്കെ, അടുത്ത 2025 കേന്ദ്ര സർക്കാർ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം തെലങ്കാന. സൈബർ കുറ്റകൃത്യങ്ങൾ, വെറും കുറ്റകൃത്യമല്ല, സൈബർ കുറ്റകൃത്യമാണ്, അത് തെലങ്കാനയാണ്. കുറവ് മിസോറാമിലാണ് കേട്ടോ. കൂടുതൽ തെലങ്കാനയിലും കുറവ് മിസോറാമിലുമാണ്. ഇത് വെറും സാധാ കുറ്റകൃത്യമല്ല, സൈബർ കുറ്റകൃത്യം. ഓക്കെ, കൂടുതൽ തെലങ്കാന, കുറവ് മിസോറാമാണ്. 2025 ഫെബ്രുവരിയിൽ UN മനുഷ്യാവകാശ കൗൺസിലിൽ നിന്ന് പിന്മാറിയ രാജ്യം USA. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, കഴിഞ്ഞ മാസവും ഇത് മാറുന്നു, ഇവർ മാറാൻ തീരുമാനിച്ചപ്പോൾ തന്നെ നമ്മൾ അതിനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പൊ എന്ത് ചെയ്യുക, പിന്മാറിക്കഴിഞ്ഞു. അതിന്റെ ആ രാജ്യം ഏതാണെന്ന് വെച്ചാൽ USA. ഏതിൽ നിന്ന് പിന്മാറി? UN മനുഷ്യാവകാശ കൗൺസിലിൽ നിന്ന് പിന്മാറി. ഞാൻ പറഞ്ഞു, കൊറോണയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കത്തിനാണ് അവരെന്ത് ചെയ്തത്, അവർ പിന്മാറിയത്. ഓക്കെ, വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും പാട്ടം ചെയ്യുന്നതിനും സഹായിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിക്കുന്ന പോർട്ടൽ ക്ലിക്ക് പോർട്ടൽ. നമ്മൾ ബജറ്റ് പറഞ്ഞപ്പോ ക്ലിക്ക് പോർട്ടലിനെ പറ്റി പറഞ്ഞായിരുന്നു, കേരള ബജറ്റ് പറഞ്ഞപ്പോ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. ക്ലിക്ക് പോർട്ടൽ, ഇങ്ങനെയുള്ള പോർട്ടലുകൾ, പദ്ധതികളൊക്കെ നമുക്ക് ഓർത്തിരിക്കേണ്ടതുണ്ട്. അപ്പൊ എന്താണ് ക്ലിക്ക് പോർട്ടൽ എന്ന് വെച്ചാല്, ഭൂമി വാങ്ങുന്നതിന്, വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നതിനാണ് കേട്ടോ. വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും പാട്ടം ചെയ്യുന്നതിനുമായി സഹായിക്കുന്നതായിട്ട് കേരള സർക്കാരിന്റെ ഒരു പോർട്ടൽ പദ്ധതിയാണ് എന്ത്, ക്ലിക്ക് പോർട്ടൽ എന്ന് പറയുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമയാന പ്രദർശനമായ എയ്റോ ഇന്ത്യയുടെ വേദി ബാംഗ്ലൂരാണ് കേട്ടോ. എയ്റോ ഇന്ത്യയുടെ വേദി ബാംഗ്ലൂരാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമയാന പ്രദർശനമാണ് ഇത് എയ്റോ ഇന്ത്യ എന്ന് പറയുന്നത്. ആ എയ്റോ ഇന്ത്യയുടെ വേദി എവിടെയാണെന്ന് വെച്ചാൽ ബാംഗ്ലൂർ ആണ്. 2025 നടന്ന പ്രഥമ ബിംസ്റ്റെക് യൂത്ത് ഉച്ചകോടിയുടെ വേദി, സാധാ ബിംസ്റ്റെക് ഉച്ചകോടിയല്ല, ഇതിന്റെ യൂത്ത് ഉച്ചകോടിയുടെ വേദി. അത് യൂത്ത് ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല പലപ്പോഴും. ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഗാന്ധിനഗറാണ് കേട്ടോ, ഗാന്ധിനഗറിലാണ്. അടുത്ത ഫോബ്സ് മാസിക 2025 ഫെബ്രുവരിയിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് ആരാണെന്ന് ചോദിച്ചാല് USA ആണ്. നമുക്കറിയാം, സ്വാഭാവികമായി USA ആയിരിക്കുമല്ലോ ഏറ്റവും ശക്തരായ രാജ്യങ്ങൾ. ആരും പുറത്തുവിട്ടാണ്? ഫോബ്സ് മാസിക 2025 പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ശക്തമായ രാജ്യം ഏതാണ്? USA ആണ്. 2ാം സ്ഥാനം ചൈന, 3ാം സ്ഥാനം റഷ്യ. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 12 ആണ്. ഓക്കെ, അപ്പൊ 1ാമത് US ആണ്, 2 ചൈന, 3 റഷ്യ. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 12ാമതാണ്. 39ാമത് ദേശീയ ഗെയിംസ് വേദിയാകുന്ന സംസ്ഥാനം മേഘാലയ. അപ്പൊ നാഷണൽ ഗെയിംസ് കഴിഞ്ഞു, നമ്മളെ നാഷണൽ ഗെയിംസിന്റെ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ജേതാക്കളും റണ്ണറപ്പും അത് എവിടെയാണെന്നൊക്കെ പറഞ്ഞിട്ട്, അതില് മത്സരങ്ങൾ എവിടെ വെച്ച് വേദി, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 2-3 ഡേയ്സ് ആവുന്നേ ഉള്ളൂ, നിങ്ങൾ നോക്കിയാൽ കാണാം. അത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ അതിന്റെ വേദി 38ാമതാണ് ഇപ്പൊ കഴിഞ്ഞത്. ഇനി നടക്കുന്നത് 39ാമത് നാഷണൽ ഗെയിംസ് ആണ്. അത് എവിടെയാണ് നടക്കുന്നത് ചോദിച്ചാൽ മേഘാലയയിലാണ്. 38ാമതാണ് ഇപ്പൊ കഴിഞ്ഞത്. അത് എവിടെയായിരുന്നു? ഉത്തരാഖണ്ഡിലായിരുന്നു. 37 എവിടെയായിരുന്നു? ഗോവയിലായിരുന്നു കേട്ടോ. ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ പുറത്തിറക്കിയ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് 2024 പ്രകാരം ഏറ്റവും കൂടുതൽ അഴിമതിയുള്ള രാജ്യം ദക്ഷിണ സുഡാൻ. ഓക്കെ, ദക്ഷിണ സുഡാൻ. എന്തുവേണം? ഏറ്റവും കൂടുതൽ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഇൻഡെക്സ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കറപ്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, അഴിമതിയാണ്. അതിൽ ഏറ്റവും കൂടുതൽ അഴിമതി ഉള്ള രാജ്യം ഏതാണ്? ദക്ഷിണ സുഡാൻ. അപ്പൊ നമുക്ക് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇന്ത്യയുടെ സ്ഥാനം 96 ആണ്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നാഷണൽ ഗെയിംസ്, 38ാമത് നാഷണൽ ഗെയിംസ് ഉത്തരാഖണ്ഡിൽ വെച്ച് നടന്നു എന്ന് പറഞ്ഞു. അതിന്റെ വിന്നർ ആരെന്ന് വെച്ചാൽ സർവീസസ് ആണ് കേട്ടോ. സർവീസസ്. 2nd മഹാരാഷ്ട്രയാണ്. ന്യൂഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി രേഖ ഗുപ്ത, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അടുത്തത്, കേരളത്തിൽ പുതിയതായി സെൻട്രൽ ജയിൽ നിലവിൽ വരുന്നത് എവിടെയാണ്? നട്ടുകാൽ തേരി ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ. ട്രിവാൻഡ്രത്തിലെ നെയ്യാർ ഡാമിന് അടുത്താണ് ഈ നട്ടുകാൽ തേരി സെൻട്രൽ ജയിൽ വരുന്നത്. അപ്പൊ ഇതെവിടെയാണ്? നട്ടുകാൽ തേരി ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്. ഓക്കെയാണ്. ഹയർ സെക്കൻഡറി ഉൾപ്പെടെയുള്ള എല്ലാ പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ സമ്മർദ്ദം ലഘൂകരിക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് വി ഹെൽപ്പ്. നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. ഹയർ എക്സാം എഴുതുന്ന കുട്ടികൾ, ഹയർ സെക്കൻഡറി ഉൾപ്പെടെയുള്ള എല്ലാ പൊതുപരീക്ഷകളുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് വി ഹെൽപ്പ് എന്ന് പറയുന്നത്.
പിന്നെ 2025 നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയുടെ വേദിയാണ് റിയോ ഡി ജനീറോ. എത്രാമത് ബ്രിക്സ് ഉച്ചകോടിയാണ്? ബ്രിക്സ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നമുക്ക് അറിയാം, നമ്മൾ എക്സാം എഴുതുന്നവർക്ക് അറിയാലോ, എപ്പോഴും ചോദിക്കുന്നതാണ് ബ്രിക്സ് എന്ന് പറയുന്നത്. ബ്രിക്സിന്റെ ഉച്ചകോടിയുടെ വേദി റിയോ ഡി ജനീറോയാണ്. എത്രാമതാണ്? 2025 നടക്കുന്നത് 17ാമത് ബ്രിക്സ് ഉച്ചകോടിയാണ്. 16 കസാൻ റഷ്യയിലാണ്. നമുക്ക് കഴിഞ്ഞ LDC എല്ലാത്തിലും എല്ലാ സ്റ്റേജിലും ചോദിച്ചതാണ് ബ്രിക്സ് ഉച്ചകോടി. അതിൽ കസാൻ റഷ്യയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം 16ാമത് കഴിഞ്ഞു. 16ാമത് എവിടെയായിരുന്നു? കസാൻ റഷ്യയിലാണ്. 2025 നടക്കുന്നത് 17ാമതാണ്. എവിടെയാണ്? റിയോ ഡി ജനീറോ. അത് എവിടെയാണ്? ബ്രസീലിലാണ്. ഓക്കെയാണ്. കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾക്ക് അഖിലേന്ത്യാ തലത്തിൽ വിപണിയിൽ എത്തിക്കുന്നതിന് വേണ്ടി രൂപം നൽകിയ ബ്രാൻഡിന്റെ പേരാണ് കെ സീഡ്. വിത്തിനങ്ങൾക്ക് വേണ്ടിയുള്ളതാണല്ലോ, അപ്പൊ എന്തായിരിക്കും? കെ സീഡ്. കെ എന്ന് പറയുമ്പോൾ കേരള ഓർത്തിരിക്കുക, സീഡ് എന്ന് പറയുമ്പോൾ വിത്തിനങ്ങളാണ്. അപ്പം കെ സീഡ് ആണ് കേട്ടോ. അപ്പൊ എന്താണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾക്ക് അഖിലേന്ത്യാ തലത്തിൽ വിപണിയിൽ എത്തിക്കുന്നതിന് വേണ്ടി രൂപം നൽകിയ ബ്രാൻഡിന്റെ പേരാണ് കെ സീഡ് എന്ന് പറയുന്നത്. കേരളത്തിലെ അഴിമതിക്കാരായതും കൈക്കൂലി വാങ്ങുന്നതുമായ സർക്കാർ ജീവനക്കാരെ കൂടുന്നതിനുമായി ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ്. അടുത്ത ചോദ്യം സ്വരാജ് ട്രോഫിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സ്വരാജ് ട്രോഫി മാത്രമായിട്ടൊരു വീഡിയോ ഉള്ളത് കൊണ്ട് നമ്മൾ അതിലാണ് കൂടുതൽ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഏത് പഞ്ചായത്തിന്, ഏത് മുനിസിപ്പാലിറ്റിക്ക്, ഏത് ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രത്യേകം അത് പഠിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചാലും മതി. ഇതിലിപ്പോ എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, മെയിൻ ആയിട്ടുള്ളത് മാത്രമായിട്ട്. മറ്റേ അതിലാവുമ്പോൾ ഫസ്റ്റ് കിട്ടിയത്, സെക്കൻഡ്, തേർഡ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് സ്വരാജ് ട്രോഫി 2023-24 എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്. ജസ്റ്റ് അത് കണ്ടുപോകുക കേട്ടോ. 2023-24 വർഷത്തിലെ കേരള സർക്കാർ നൽകുന്ന സ്വരാജ് ട്രോഫിയിൽ മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം ജില്ലാ പഞ്ചായത്ത്. മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലമാണ്. പിന്നെ എന്താണ് സ്വരാജ് ട്രോഫിയിൽ മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ ഗ്രാമപഞ്ചായത്താണ് കേട്ടോ. ജില്ലാ പഞ്ചായത്ത് കൊല്ലം, ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ. സ്വരാജ് ട്രോഫിയിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പാണ്. പെരുമ്പടപ്പ്. മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂരാണ്. മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. ഓക്കെ, സ്വരാജ് ട്രോഫിയുമായി ബന്ധപ്പെട്ടാണ്. ഇതിന്റെ കൂടെ തന്നെ മഹാത്മാ പുരസ്കാരമുണ്ട്, അയ്യങ്കാളി പുരസ്കാരമുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തത് കൊണ്ടാണ് ഇതിൽ വീണ്ടും ആഡ് ചെയ്യാത്തത്. സ്വരാജ് ട്രോഫി എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് വീഡിയോ, വലിയ ടൈം ഒന്നുമില്ല, ഒരു 5-10 മിനിറ്റിനകത്തുള്ള ഒരു വീഡിയോ ആണ്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ള് കിട്ടും. മഹാത്മായും അയ്യങ്കാളി പിന്നെ എല്ലാം. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് കിട്ടിയത് മാത്രമല്ലേ പറയുന്നുള്ളൂ കൊല്ലത്ത് മികച്ച ജില്ല. അതിന് സെക്കൻഡ് ആര്, തേർഡ് ആര്, അതും കൂടി ഒന്ന് നോക്കാൻ പറ്റും കേട്ടോ. നഗരപ്രദേശങ്ങളിലെ എല്ലാ ഭൂമികളും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സർവേ നടത്തുന്ന പദ്ധതിയാണ് നക്ഷ പദ്ധതി. എന്താണ് നക്ഷ പദ്ധതി? എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നഗരപ്രദേശ സിറ്റി ഏരിയാസിലെ എല്ലാ ഭൂമികളും എന്താണ് ആധുനിക ഒരു സർവേ ഉപയോഗിച്ച്, ആധുനിക രീതി ഉപയോഗിച്ച് സർവേ ചെയ്യും. നഗരത്തിൽ മാത്രം, ഗ്രാമപ്രദേശത്തില്ല, നഗരപ്രദേശങ്ങളിൽ. അപ്പൊ അങ്ങനെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സർവേ നടത്തുന്നതിന്റെ പദ്ധതിയുടെ പേരാണ് നക്ഷ പദ്ധതി എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് 2025 പി ഭാസ്കരൻ പുരസ്കാര ജേതാവാരാണ്? പി ജയചന്ദ്രനാണ് കേട്ടോ. 72ാമത് മിസ് വേൾഡ് മത്സരങ്ങളുടെ വേദി തെലങ്കാന. 72ാമത് എന്ന് പറയുമ്പോൾ 2025 അപ്പൊ 2025 72ാമത് മിസ് വേൾഡ് മത്സരം ഉണ്ടല്ലോ. അപ്പൊ അത് നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ തെലങ്കാനയില. 71ാമതും എന്ത് തന്നെയാണ്? ഇവിടെ തന്നെയാണ് നടന്നത്. മുംബൈയും ന്യൂഡൽഹിയുമായിട്ടാണ് നടന്നത്. കഴിഞ്ഞ വർഷത്തും ഇവിടെ തന്നെയാണ്. അപ്പൊ തുടർച്ചയായി 2 പ്രാവശ്യമായിട്ടാണ് നമുക്ക് ഇവിടെ നടത്തുന്നത്. അങ്ങനെ നടത്തുന്ന 2ാമത്തെയാണ്. മുന്നേ ഇംഗ്ലണ്ടിൽ അങ്ങനെ നടത്തിയിട്ടുണ്ട്. 99-ലും 2000-ലും ഇംഗ്ലണ്ടിൽ അങ്ങനെ നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇന്ത്യയിലാണ് നടത്തുന്നത് കേട്ടോ. 2024-ഉം 2025-ഉം. ഓക്കെ, അപ്പോ എവിടെയാണ്? 2024 മുംബൈ, ന്യൂഡൽഹി ആയിരുന്നു. അത് 71ാമതാണ്. 72ാമത് ഇപ്പൊ നടക്കാൻ പോകുന്നുണ്ട്. 2025 എവിടെയാണ് നടക്കുന്നത്? തെലങ്കാനയിലാണ് നടക്കുന്നത്. പിന്നെ ഫെബ്രുവരിയിൽ 2025 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായ മുൻ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ്. അപ്പൊ നമ്മള് മുന്നേ എന്താണ് RBI ഗവർണറായിട്ട് അദ്ദേഹത്തിന്റെ പേര് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ പദവി? പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. ആര്? ശക്തികാന്ത ദാസ്. പഴയ റിസർവ് ബാങ്ക് ഗവർണറാണ്. പിന്നെ നോക്കാനുള്ളത് ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് KP ശങ്കരൻ. 2025 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് ആരാണ്? KP ശങ്കരനാണ്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സിൽ 14,000 റൺസ് തികച്ച താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് വിരാട് കോഹ്ലിയാണ് കേട്ടോ. 14,000 റൺസ് ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സിലാണ്. അല്ലാതെ നേടിയവരുണ്ട്, 1-2 പേരുണ്ട്. ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സിൽ നേടിയത് ആരാണ്? വിരാട് കോഹ്ലിയാണ്.
2025 നടന്ന 8ാമത് ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസിന്റെ വേദി മസ്കറ്റ് ആണ്. അപ്പൊ ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസിന്റെ വേദി എവിടെയാണ്? മസ്കറ്റ് ആണ്. 8ാമതാണ് കേട്ടോ. അടുത്തത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെബിയുടെ പുതിയ ചെയർമാനാണ് തുഹിൻ കാന്ത് പാണ്ഡെ. ഈ തുഹിൻ കാന്ത് പാണ്ഡെ എന്നുള്ള പേര് നമ്മൾ കുറച്ച് വേറെ കേട്ടിട്ടുണ്ട്. എന്താണ്, നമ്മുടെ കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ആയിരുന്നു, കേന്ദ്ര റവന്യൂ സെക്രട്ടറി എന്നുള്ള പദവിയിലൊക്കെ നമ്മൾ അദ്ദേഹത്തിന്റെ പേര് പഠിച്ചിട്ടുണ്ട്, അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ പഠിക്കും. അപ്പൊ ഇപ്പൊ അദ്ദേഹത്തിന്റെ പദവി എന്ന് പറഞ്ഞാൽ സെബിയാണ് കേട്ടോ. സെബിയുടെ പുതിയ ചെയർമാൻ, സെബി എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. സെബിയുടെ പുതിയ ചെയർമാനാണ് ആര്? തുഹിൻ കാന്ത് പാണ്ഡെ എന്ന് പറയുന്നത് 11ാമത്തെ മേധാവിയാണ്. സെബിയുടെ 11ാമത്തെ മേധാവിയാണ്. കേന്ദ്ര റവന്യൂ സെക്രട്ടറി, കേന്ദ്ര ധനകാര്യ സെക്രട്ടറി എന്നീ പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അടുത്തത് ഹെൽത്തി പ്ലേറ്റ് പദ്ധതിയാണ് കേട്ടോ. ഹെൽത്തി പ്ലേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആരോഗ്യകരമായ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അതിനുള്ള ശീലം വളർത്തിയെടുക്കുന്നതിനും ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനുമായി ആരംഭിച്ച പദ്ധതിയാണ്. ആരംഭിച്ചത് മലപ്പുറം ജില്ലാ ഭരണകൂടമാണ് കേട്ടോ. അപ്പൊ ഹെൽത്തി പ്ലേറ്റ് എന്ന് പറയുമ്പോൾ നല്ല ആരോഗ്യകരമായിട്ടുള്ള ഫുഡ് പ്ലേറ്റിൽ കൊടുക്കുന്നു എന്ന് ഓർക്കുക. അതെന്തിനു വേണ്ടിയിട്ടാണ്? ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാനും ആരോഗ്യകരമായ ഒരു ഭക്ഷണശീലം വരുത്താനും വേണ്ടി. ആരാണ്? മലപ്പുറം ജില്ലാ ഭരണകൂടമാണ്. അടുത്തത് 2025 RBIയുടെ സാമ്പത്തിക സാക്ഷരതാ വാരം. എന്താണ് സാമ്പത്തിക സാക്ഷരതാ വാരം ആഴ്ചത് എന്നാണെന്ന് വെച്ചാൽ ഫെബ്രുവരി 24 to 28 വരെയാണ് കേട്ടോ. അപ്പൊ അതിന്റെ പ്രമേയം കൂടെ നമ്മളൊന്ന് ഓർത്തിരിക്കേണ്ടതുണ്ട്. സാമ്പത്തിക സാക്ഷരതാ വാരമാണല്ലോ. അപ്പൊ എന്താണ് സാമ്പത്തിക സാക്ഷരത, സ്ത്രീകളുടെ അഭിവൃദ്ധി. അതിന്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലിറ്ററസി, വുമൻസ് പ്രോസ്പെരിറ്റി. ഓക്കെ, സാമ്പത്തിക സാക്ഷരതാ വാരമാണ് ഫെബ്രുവരി 24 മുതൽ 28 വരെ. അതിന്റെ പ്രമേയം എന്ന് പറയുന്നത് സാമ്പത്തിക സാക്ഷരത, സ്ത്രീകളുടെ അഭിവൃദ്ധി, ഫിനാൻഷ്യൽ ലിറ്ററസി, വുമൻസ് പ്രോസ്പെരിറ്റി എന്ന് പറയും. ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി ബയോ ബാങ്ക് സ്ഥാപിച്ച മൃഗശാല പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്കാണ് കേട്ടോ. പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗിലാണ് സ്ഥിതി ചെയ്യുന്നത്. പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി ബയോ ബാങ്ക് സ്ഥാപിച്ചത്. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഗോ ടെർമിനൽ എവിടെയാണ് പ്രവർത്തനം? കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം, ബാംഗ്ലൂരാണ് കേട്ടോ. കെമ്പഗൌഡ എവിടെയാണ്? കാർഗോ ടെർമിനലാണ്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ദേശീയ ശാസ്ത്ര ദിനമാണ്. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം വരുന്നത്. എന്തിനാണ് ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാമൻ എഫക്ട് കണ്ടുപിടിച്ചതിന്റെ സ്മരണാർത്ഥമാണ് എന്താണ് ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. നമുക്ക് 2025-ലെയും 2024-ലെയും പ്രമേയം നോക്കി വയ്ക്കാം. 2025-ലെ പ്രമേയം എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നോവേഷൻ ഫോർ വികസിത് ഭാരത്. വികസിത് ഭാരത് നമ്മുടെ ബജറ്റിന്റെതും വികസിത് ഭാരത് എന്നായിരുന്നല്ലോ. 2024-ലെ ആണെങ്കിലോ ഇൻഡിജിനിയസ് ടെക്നോളജീസ് ഫോർ വികസിത് ഭാരത് കേട്ടോ. പ്രമേയം രണ്ടും ഓർത്തിരിക്കേണ്ടതുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ദേശീയ ശാസ്ത്ര ദിനം ഒന്നുകിൽ ഡേറ്റ് ചോദിക്കും അല്ലെങ്കിൽ പ്രമേയമായിരിക്കും ചോദിക്കുന്നത്. ദേശീയ ശാസ്ത്ര ദിനം എന്നാണ് ഫെബ്രുവരി 28. 2025-ലെ എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നോവേഷൻ ഫോർ വികസിത് ഭാരത് എന്നാണ്. 2024-ലാണെങ്കിൽ ഇൻഡിജിനിയസ് ടെക്നോളജീസ് ഫോർ വികസിത് ഭാരത് ഒക്കെയാണ്. അടുത്തത് കേരള PSCയുടെ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരമാണ്. അപ്പം അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെ തന്നെയാണ്. സോ അതുകൊണ്ട് എന്ത് തന്നെയാണ്? തിരുവനന്തപുരം തന്നെയാണ്. തിരുവനന്തപുരത്ത് തുളസി ഹിൽസ് നമ്മൾ PSC ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ തുളസി എന്നുള്ള സൈറ്റിലല്ലേ കയറുന്നത്. തുളസി ഹിൽസിലാണ് മ്യൂസിയം നിലവിൽ വരുന്നത്. ഇന്ത്യയുടെ യൂട്യൂബ് തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തുൾസി. ഇത് തുളസി ഹിൽസ്, ഇത് തുൾസി, മാറിപ്പോകരുത്. ഇത് ഛത്തീസ്ഗഡിലെ ഒരു പ്രദേശമാണ്. കാരണം അവിടുത്തെ ആൾക്കാർ കൂടുതൽ എന്താണ് വ്ളോഗേഴ്സും ഇൻഫ്ലുവൻസേഴ്സും കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഒക്കെ ആയതുകൊണ്ടാണ് അതിന് ഇന്ത്യയുടെ യൂട്യൂബ് തലസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് കൂടുതലും അതാണ് അവരുടെ ജോലി, യൂട്യൂബ്. ഓക്കെ, അപ്പൊ ഛത്തീസ്ഗഡിലെ ഒരു ചെറിയ ഗ്രാമമാണ് എന്താ തുൾസി എന്ന് പറയുന്നത്. ഇത് തുളസി ഹില്ലാണ്. രണ്ടും തമ്മിൽ മാറിപ്പോകരുതേ. കേരള സംസ്ഥാന റവന്യൂ പുരസ്കാരം മികച്ച കളക്ടറേറ്റ് തൃശ്ശൂരാണ്. മികച്ച കളക്ടർ NSK ഉമേഷ് ആണ് കേട്ടോ. എറണാകുളം ജില്ലാ കളക്ടറാണ്. അപ്പോൾ റവന്യൂ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് മികച്ച കളക്ടറേറ്റ് തൃശ്ശൂറാണ്. മികച്ച ജില്ലാ കളക്ടർ NSK ഉമേഷ് എവിടെയാണ്? എറണാകുളം ജില്ലാ കളക്ടറാണ്. അടുത്തത് 2025-ലെ കേരള ശാസ്ത്ര പുരസ്കാര ജേതാവ് S സോമനാഥാണ്. നമ്മുടെ മുൻ ISRO ചെയർമാനാണ്. ചന്ദ്രയാൻ 3യുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിച്ചത്. കേരള ശാസ്ത്ര പുരസ്കാരം S സോമനാഥാണ് കേട്ടോ. അടുത്ത കമ്മ്യൂണിക്കർ പദ്ധതി എന്താണെന്ന് ചോദിക്കാം. തദ്ദേശീയമായ മേഖലയിൽ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഭാഷ പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ്
കമ്മ്യൂണിക്കർ കുടുംബശ്രീ മിഷൻ ആണ് ഇത് ആരംഭിച്ചത് കേട്ടോ. തദ്ദേശീയ മേഖലയിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് പ്രാവീണ്യം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിക്കോർ, കമ്മ്യൂണിക്കേഷൻ ആ ഒരു ഇതിൽ എടുക്കാം കമ്മ്യൂണിക്കോർ പദ്ധതി. അപ്പൊ ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഫെബ്രുവരി മന്തില്. ഇതിൽ എന്താണ് പദ്ധതികൾ ഒത്തിരി വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പദ്ധതികളും അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ സെപ്പറേറ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. പ്രമേയങ്ങളും പിന്നെ വേദികൾ അതെല്ലാം അപ്ഡേറ്റ് ചെയ്യും. പിന്നെ നമ്മൾ മൊത്തത്തിൽ ഇതും കൂടി പഠിക്കും. ഇത് രണ്ടും കൂടി പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുവിധം എന്ത് ചെയ്യാൻ പറ്റും, കറണ്ട് അഫയേഴ്സ് കിട്ടാൻ പറ്റും. പിന്നെ നമ്മൾ ഡെയിലി കൂടെ ഒന്ന് കറണ്ട് അഫയേഴ്സ് ചെയ്യണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആപ്പിൽ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് PDF ഉണ്ടാവും, മൊത്തം മന്ത്ലി PDF ഉണ്ടാവും. എന്താണ് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും. അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിന്റെ ക്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ കഴിയുള്ളൂ. അപ്പൊ ഞാൻ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലേക്ക് പോകാൻ പറ്റും. അവിടെ നിന്ന് നിങ്ങൾക്ക് അതൊരു നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതാണ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്ക് അപ്പം ഇങ്ങനെ ഒരു പേജ് ആണ് വരുന്നത്. നിങ്ങൾ കയറി കഴിയുമ്പോഴത്തേനും ഇതിൽ നമുക്ക് എല്ലാ കോഴ്സും അവൈലബിൾ ആണ്. അതായത് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നതും ഇനി എക്സാം വരാൻ പോകുന്ന എല്ലാ കോഴ്സും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കാം. അല്ലെങ്കിൽ നമുക്ക് ടോപ്പിക് എക്സാം, ഡെയിലി എക്സാം, കറണ്ട് അഫയേഴ്സ്, ഇങ്ങനെ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ പറ്റും. അതിന്റെ ക്വിസ് ഉണ്ടാവും, ടോപ്പിക് വൈസ് എക്സാമിൻ ഉണ്ടാവും കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക, ഡെയിലി കറണ്ട് അഫയേഴ്സ് അങ്ങനെയും പഠിക്കാം. പിന്നെ ഈ മന്ത്ലി കറണ്ട് അഫയേഴ്സ് നോക്കുക, നമ്മുടെ ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അത്രയും നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ഒരു പാക്കേജ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സ് മൊത്തത്തിൽ കിട്ടും കേട്ടോ. ഒരു 20 മാർക്കാണെങ്കിൽ ഒരു 18-19 ഒക്കെ ഞാൻ പറയുന്നുള്ളൂ. 20 കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എങ്ങനെയാണ് എവിടെ നിന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഒരു മൊത്തം കിട്ടുന്നവരും ഉണ്ട്. എന്നാലും നമുക്കൊരു മിനിമം ഒരു 18-19 നമുക്ക് ഇത്രയും പഠിക്കുമ്പോൾ നമുക്ക് കിട്ടും. ഓക്കെയാണ്. അപ്പൊ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.